നമ്മള് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ കേരളത്തില് ഒരുപാട് മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് അവിടെ. കാരണം അവർക്കൊരു ജോലി, അത് കേരളത്തിലെന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് നിരക്ക് ഒരുപാട് കൂടുതലാണ്. ആ അൺഎംപ്ലോയ്മെന്റ് റിമൂവ് ചെയ്യാൻ 100% കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധി വരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ സാറിന്റെ മനസ്സിലുണ്ടോ? അവിടെ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? നമ്മുടെ നരേന്ദ്രമോദിജി നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ് ടെക്നോളജിയിലുള്ള പല രീതിയിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന നമ്മുടെ യുവാക്കളോട് നരേന്ദ്രമോദി പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്നറിയില്ലേ? എന്താണത്? മോദിജി പറഞ്ഞത് എന്താണ്? മോദിജി പറഞ്ഞത് നിങ്ങളുടെ ഊർജം അത് രാജ്യത്തിന് വിനിയോഗിക്കണം, അല്ലേ? അത് രാജ്യത്തിന് വിനിയോഗിക്കണം എന്ന് മോദിജി പറഞ്ഞിട്ട് മോദിജി ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. എന്താ പദ്ധതി? മുദ്രാ ലോൺ, അല്ലേ? അറിയില്ലേ? നമ്മുടെ മുദ്രാ ലോണ് എന്താ പറഞ്ഞത്? നിങ്ങളോട് ഈ പറയുന്ന യുവതിയുവാക്കളോട് പറഞ്ഞത് നമുക്ക് ഇതിന്റെ ഊർജം രാജ്യത്തിന് വേണം. നിങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കണം. നിങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് നിങ്ങള് മറ്റു ജോലികൾ കിട്ടുന്നത് വരെ കാക്കാതെ, നമ്മുടെ മറ്റ് സർവീസ് ജോലികൾ കിട്ടുന്നത് കാക്കാതെ തന്നെ നിങ്ങള് എന്ത് ചെയ്യണം? നിങ്ങള് പ്രൊജക്ട് തയ്യാറാക്കി എന്റെ ഗ്യാരണ്ടിയിൽ നിങ്ങൾ നാഷണൽസ് ബാങ്കിൽ പോയാൽ കൃത്യമായി പ്രൊജക്ടിന് വേണ്ടുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ലോണ് എന്റെ ഗ്യാരണ്ടിയിൽ തരും. നരേന്ദ്രമോദിജി പറഞ്ഞതാണ്. അത് ഇന്ത്യ രാജ്യത്ത് കുറെ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ യുവാക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന യുവാക്കളോട് എനിക്ക് ആദ്യമായിട്ടുള്ള അഭ്യർത്ഥന, ഈ പറയുന്ന പദ്ധതികൾ വലിയ പ്രൊജക്ട് തയ്യാറാക്കി നിങ്ങളുടെ മറ്റു ജോലികൾക്കൊന്നും കാത്തു നിൽക്കാതെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള മനസ്സിന്റെ ഐഡിയക്കനുസരിച്ചുള്ള വലിയ രീതിയിലുള്ള ചെറുകിട വ്യവസായങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുദ്രാ ലോൺ മുഖാന്തരം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം എന്നാണ് ആദ്യമായിട്ട് അതുവഴി പറയുന്നത്. മറ്റൊന്ന്, കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചോ. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം മേയർ വളരെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ NDAയുടെ മേയർ തിരുവനന്തപുരത്ത് വരികയും കൃത്യമായി തന്നെ പിൻവാതിൽ നിയമനം ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ PSC മുഖാന്തരം തന്നെയാണ് നിയമനം വരേണ്ടത്. നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായി മാനദണ്ഡത്തിനനുസരിച്ചാണ് നിയമനം നടത്തുന്നത്. കേരളത്തിലാണ് പിൻവാതിൽ നിയമനം. പിണറായി വിജയന്റെ സർക്കാരുകളാണ് പിൻവാതിൽ നിയമനത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. അത് മാറാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളിപ്പോ നടത്താൻ പോകുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാണ് തീരുമാനിക്കപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് പിൻവാതിൽ നിയമനത്തിന്റെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ നിയമസഭ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ജനതയാണ്, നിങ്ങളെ വോട്ടർമാരാണ്. നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ പിൻവാതിൽ നിയമനം ഉൾപ്പെടെ ശക്തമായ നിലയിൽ എതിർത്തുകൊണ്ട് നിയമസഭക്കുള്ളിൽ ഉൾപ്പെടെ ശക്തമായി എതിർക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ മുദ്രാ ലോണ് കേരളത്തില് ഏറ്റവും കൂടുതൽ കിട്ടിയത് മലപ്പുറം ജില്ലയാണ്. മുദ്രാ ലോൺ ഏറ്റവും കൂടുതൽ കിട്ടിയത് മലപ്പുറം ജില്ലയാണ്. അതുപോലെ തന്നെ 10 വർഷമായി PSC നിയമനം നടത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇവിടെ അത് മാറാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മളിപ്പോ നടത്തുന്നത്. ആ പോരാട്ടമാണ് നിയമസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടിങ്ങിലൂടെ ഈ പറയുന്ന പിൻവാതിൽ നിയമനം നടത്തിയ ഈ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ വോട്ടിങ്ങിലൂടെ തയ്യാറാകണം. ഞാൻ ഇവിടെ വിജയിച്ചാൽ കൃത്യമായി തന്നെ പിൻവാതിൽ നിയമനം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല.